गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्रीगुरवे नमः. ഓം ശ്രീ സായിരാം. പ്രശാന്തി നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം. സായി പ്രചോദനങ്ങൾ ജൂലൈ 16, 2024. ഒരു ഗുരു എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ഭഗവാനുള്ള പങ്ക് വളരെ നിർണായകമാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സദ്ഗുരുവായ ഭഗവാൻ ഇന്ന് പ്രേമപൂർവം വ്യക്തമാക്കുന്നു. പ്രേമസ്വരൂപരെ, ആത്മാവ് അനന്തവും സർവവ്യാപിയുമാണ്. രണ്ടാമതൊന്ന് ഇല്ലാത്തതാണെങ്കിലും അത് വൈവിധ്യമായ രൂപങ്ങളിൽ കാണപ്പെടുന്നു. ആ വൈവിധ്യങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ഏകമായ ആത്മാവിനെ തിരിച്ചറിയുന്നതാണ് ആത്മീയത. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് ബുദ്ധിമാന്മാരായ അനേകം ആളുകൾ ആ ഏകമായ ഒന്നിനെ അനേകമായി വിഭജിക്കുന്നു. വളരെ ചുരുക്കം പേർ മാത്രം നാനാത്വത്തിൽ ഏകത്വത്തെ ദർശിക്കുന്നു. ഒരു ഉദാഹരണം പറയാം. നാം ഒരു വലിയ മാളിക നിർമ്മിച്ചു എന്ന് കരുതുക. അതിൽ കുളിക്കുന്നതിനും പാചകം ചെയ്യുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം വെവ്വേറെ മുറികൾ ഉണ്ടായിരിക്കും. ആ മുറികളെ വേർതിരിക്കുന്നത് എന്താണ്? അവയ്ക്കിടയിലുള്ള ചുമരുകളാണ്. ആ ചുമരുകളെല്ലാം നീക്കം ചെയ്താൽ ആ കെട്ടിടം മുഴുവൻ ഒരൊറ്റ മുറിയായി മാറും. എന്നതുപോലെ ആത്മാവാകുന്ന മാളിക ഒന്ന് മാത്രമാണ്. അതിൽ നാം ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ആഗ്രഹം, അഹങ്കാരം മുതലായ മുറികൾ പണിയുമ്പോൾ അത് ഭിന്നമായി കാണപ്പെടും. മനുഷ്യർക്കിടയിൽ ആ ഭിന്നഭാവം വളരുമ്പോഴാണ് ഒരു ഗുരു ഉണ്ടാകേണ്ടത് അത്യാവശ്യമായി വരുന്നത്. ആത്മാവുമായുള്ള ഏകത്വത്തെ തിരിച്ചറിയുമ്പോൾ മാത്രമേ ഒരുവന് അനന്തമായ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ആനന്ദം ശാശ്വതമാണ്. 1992 ജൂലൈ 14 ഭഗവാൻ നടത്തിയ ദിവ്യ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം സായിക്കു വേണ്ടി സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ് സായിരാം.